പുതിയൊരു ദേവീസ്തുതി പരിചയപ്പെടാം കേട്ടോ. ഇന്ന് അതിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ കാല് വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വിളക്കിന് നേരെ വെച്ച് അതേപോലെ തന്നെ ബാക്കിലേക്കും. കാരണം ഈ കാലിൻ്റെ പോയിൻ്റ് അവിടെ നിന്ന് മാറുന്നില്ല. അപ്പോൾ ഞാൻ ഈ വെള്ള ഇതിൽ കാണിച്ചു തരാം. 1 2 3 4. പക്ഷെ കാലെടുക്കുന്നുണ്ട്. 5 6. ഇപ്പോൾ മാത്രമാണ് ഈ ഒരടി അനങ്ങിയത്. കണ്ടോ, ആ ഒരു 1.5 അടി ഡിസ്റ്റൻസിലാവും വന്നിട്ടുണ്ടാവും. ഇനി ഇതേ സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 തുടങ്ങിയോടെ തന്നെ എത്തി. പക്ഷെ നമ്മൾ അവിടെ നിന്നിട്ട് എല്ലാ കളികളും കളിച്ചു അല്ലേ. ഫ്രണ്ടിലേക്ക് പോയി, ബാക്കിലേക്ക് പോയി, സൈഡിലേക്ക് പോയി. പക്ഷേ അതേ പോയിൻ്റിൽ തന്നെ തിരിച്ചെത്തി. അതിൻ്റെ നേരെ തന്നെയാണ് കയ്യും വരിക പിടിക്കേണ്ടത്. അതായത് വൈഡായിട്ടുള്ള സ്റ്റെപ്പല്ല. അപ്പം ഇങ്ങനെ വെക്കുന്ന സ്റ്റെപ്പിന് മാത്രമേ നമ്മൾ വൈഡാക്കണുള്ളൂ. ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ നീളനെ തന്നെയാണ് പിടിക്കുക. അവൻ നോക്കി നോക്കാം. ഓക്കെ, 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6 1 2 3 4. അവിടെ സാരില്ല, അതാണ് ശരിക്കും വേണ്ടത്. നീ ചെയ്യാൻ തുടങ്ങിയതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അവിടെ നമ്മൾ താളം ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ 1 2 3 4. ഈ 1 2 എടുത്തില്ലേ, ഇത്രയും ഡിസ്റ്റൻസ് ഈ 1-ന് വരും. 1 2 3 4. അപ്പോഴും ഈ ടൈലിൽ നിന്ന് മാറിയിട്ടില്ല കാല്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ഈ തുടങ്ങിയതില്ലേ, അത് കാലം മാറി. അതേ കാലത്തിലാണ് 1 2 3 4 1 2 3 4. ഇത് സ്ലോ ആണെങ്കിൽ 1 2 3 4. കൈ കണ്ടോ, കൈ ഇങ്ങനെ എടുത്തിടും. സ്പീഡ് വരുമ്പോൾ 1 2 3 4 അത്രയേ ഉള്ളൂ. 1 2 3 4 1 2 1 2 1 2 1 2. വീണ്ടും അതേ സ്ഥലത്തെത്തി. ഇനി ഒന്ന് കളിച്ചു നോക്കാം. 1 2 3 4 1 2 3 4 1 2 1 2 1 2 1 2. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ഇനി സൈഡിലേക്ക് പോകും. അപ്പോൾ ഈ എല്ലാവരും തെറ്റാൻ എളുപ്പമുള്ളത് ഏതാണെന്നറിയോ? ഇതങ്ങ് ഇറങ്ങിയിട്ട് തിരിച്ച് കയറില്ല. തിരിച്ച് കയറാതെ അവിടെ നിന്ന് തന്നെ അങ്ങ് തിരിയും. അപ്പോഴാണ് വട്ടം പോണത്. അപ്പം നമ്മൾ ഇത്രയും കയറി ഇത്രയും ഇറങ്ങും ചെയ്തു, പക്ഷേ തിരിച്ചെത്തി. അതായത് 8ാമത്തെ ചവിട്ട് ഇങ്ങനെ അങ്ങ് കയറ്റി തുടങ്ങിയിടത്തേക്ക് വയ്ക്കും. എന്നിട്ട് വേണം തിരിയാൻ. ഇനി ഇതേ താളത്തിൽ ഒരു കൈയേ ഉള്ളൂ കേട്ടോ. 2 3 4. ഫ്രണ്ടിലേക്ക് വയ്ക്കും. 2 3 4. ഇതിൻ്റെ അളവ് 1 2. 1.5 അടി ഫ്രണ്ടിലേക്ക് വെച്ചാൽ ഈ ബാക്കിൽ കുത്തുന്നത് 1/2 അടി മതി. എന്നിട്ട് ഇത് വീണ്ടും കയറ്റി വയ്ക്കും. ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്നിട്ട് 1 2 കണ്ടോ. പിന്നെ അത്ര തന്നെ ബാക്കിലേക്ക് ഇറങ്ങില്ല. 1 2 3 4. ഇങ്ങനെ സ്ലോയിൽ 3 തവണ കളിച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ സ്പീഡ് ഒരു തവണ കളിക്കും ലെഫ്റ്റിൽ. ഇനി നമുക്ക് സ്പീഡ് കാണിച്ചു കൊടുക്കാം. 3 4 1 2 3 4 1 2 1 2. ഇങ്ങനെ അങ്ങ് തിരിയും. എന്നിട്ട് വീണ്ടും 1 2 3 4 1 2 3 4. താളം വീണ്ടും സ്ലോ. 1 2 1 2 3 4. ഒന്ന് കാണിച്ചു തരാം. 1 2 1. കാലം ഒന്നിച്ചങ്ങ് പോന്നിട്ട് 2 എടുക്ക്. 1 2. സ്പീഡ് മുറുകി. 1 2 3 4. അതായത് 3 4-ന് കൈ ഒന്നേ ഉള്ളൂ. 3 4. വീണ്ടും സ്ലോ. 1 2 1 2 3 4. ഇത്രയും വരും. ഇനി 1 2. ഇതില്ല. 3 4 1 2 1 2 1 2 3 4. കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങ് കയറും അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ ഇതിൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ ആ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ കൈ ലെഫ്റ്റിലേക്ക് വരും. കണ്ടോ. 1 2
1 2 ഒരു വട്ടം വരയ്ക്കുന്ന പോലെ തന്നെ 1 2 1 2 1 2 1 2 3 4 ബാക്കിൽ കുത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് 1 2 3 4 5 6 1 2 3. കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സാണ്. ഇത് ക്യൂ ആയിട്ട് നിൽക്കും. 1 അല്ല തൊഴുതിട്ടാണ് ആദ്യം കൊട്ടിയെടുക്കും. 1 2 3 4 ഫ്രണ്ടിലേക്ക് നീട്ടി വെച്ചു. ഇനി അങ്ങ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. പിന്നെ 1 2 3 ഈ 1 2 3 ഇങ്ങനെ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിന്നിട്ട് 1 2 3 നടന്ന് ഒരു 1.5 അടിയോളം വട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് പോവും. അതും കഴിഞ്ഞ് വന്നാൽ പിന്നെ 1 2 3 4 1 2 3 4 ഒന്നുകൂടി കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 ഇത്രയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ലോ 1 2 1 2 3 4. ഇതേ സ്റ്റെപ്പ് മറ്റേ സൈഡിലേക്കും കളിക്കും. അത് കഴിഞ്ഞാൽ ഏതാ ഇതിനുള്ളത് ശ്രദ്ധിക്കേണ്ടത്, ഈ ചവിട്ടിന് മാത്രം 2 കൈയും വരും. 1ന് മാത്രം കണ്ടോ, പിന്നെ ഒരു കൈയേ ഉള്ളൂ. 1 2 1 2 3 4. കാലും കൈയൊക്കെ ശ്രദ്ധിച്ചോളൂ, അപ്പോൾ കിട്ടും. ഇനി ഏതായിരുന്നു? 1 2 3 4 5 6 7 8. വീണ്ടും 1 2 3 4 5 6 1 2 3. അതായത് ഇപ്പം ഇതെടുത്ത് വന്നു. ഇതും പഠിപ്പിച്ച സ്റ്റെപ്പാണ്. കാലിങ്ങനെ പാരലായിട്ടാണ് ചവിട്ടുന്നത്. ആ ഡിസ്റ്റൻസ് നോക്കിയാൽ അറിയാം, 1.5 അടിയോളം വരും. എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു സർക്കിൾ പോലെ വരുന്ന സ്റ്റെപ്പ്. എന്നിട്ട് അത് അവിടുന്ന് വീണ്ടും 2 3 4. പിന്നെ വീണ്ടും മറ്റേത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താളം ഒന്നങ്ങ് മുറുകും. അത്രയും വരും. അതായത് സർക്കിളിലൂടെ തന്നെയാണ് സ്പീഡിലും വരുന്നത്. ഇനി ഏതായിരുന്നു? അത് കഴിഞ്ഞാൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതൊക്കെ കുറേ തരത്തിൽ കളിച്ചതാവും. സാധാരണ സ്റ്റെപ്സാണ്. കാല് കണ്ടോ, നമ്മൾ പ്രാഥമിക ചുവടുകളിൽ പെട്ടതാണ്. കൈ ഇങ്ങനെ കുടം, നമ്മുടെ കയ്യിലൊരു ബോൾ ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് കൊട്ടുന്ന പോലെ കൊട്ടി, എന്നിട്ട് 2 കൈയും മലർത്തി ഇവിടുന്ന് എടുത്തങ്ങ് മലർത്തണം. അങ്ങനെ അങ്ങ് മലർത്തിയിരിക്കണം ആ സ്റ്റെപ്പിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എടുത്ത് വന്നിട്ട് നടക്കുക. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇത്രയും കിട്ടി. അതായത് ഇതിങ്ങനെ നമ്മൾ നേരത്തെ കളിച്ചത് പുറകിലേക്ക് കുത്തിയിട്ടായിരുന്നു. അതിന് പകരം ഫ്രണ്ടിൽ കൂടെ അങ്ങ് കാലെടുത്ത് വെക്കുക. ഈ സ്റ്റെപ്പ് നമുക്കൊക്കെ അറിയണതാണ്. അതിനെ തിരിച്ചും കണ്ടോ നടന്നു, എന്നിട്ടങ്ങ് കൊട്ടിയിരുന്നു. മനസ്സിലാവണ്ടേ? ഇനി ഏതായിരുന്നു? 1 2 3 4 5 6 7 8 1 2 3 4 5 6 1 2 3. ഇതിൽ ആദ്യം എടുത്തത് ആദ്യത്തെയും രണ്ടാമത്തെയും ഓമനക്കുട്ടൻ്റെ സ്റ്റെപ്പിൽ പെട്ടതാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. 1 എടുത്തു, 2 കണ്ടോ കയറ്റി ചവിട്ടി, 1.5 അടിയോളം കയറ്റി ചവിട്ടി, 3 അതിന് നേരെ ഫ്രണ്ടിൽ വെച്ചു, 4 തിരിച്ച് വിളക്കിന് നേരെ വന്നു. ഈ കൊട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കൊട്ടുന്നത്. ഇതല്ല, ഇങ്ങനെ കൊട്ടി ഇങ്ങനെ കൊട്ടി 5 6. ഇനി 3 കണ്ടോ, നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൊട്ട് നിന്നു, മൂന്നാമത്തെ മാത്രമാണ് ഇങ്ങനെ അമർത്തി ചവിട്ടി താഴ്ന്ന് കൊട്ടി. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ വട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇനി ആ സ്ഥലത്തേക്ക് ഒരൊറ്റ കൊട്ട് കൊട്ടി അങ്ങ് സ്പീഡിൽ ഇറങ്ങിപ്പോവും. അതായത് മറ്റേ സൈഡിലേക്ക് എത്തും. 1 2 3
ആ ആ ഒന്നുകൂടി എടുക്കാം. കൊട്ടണത് ആ ശരിയാ. ഇപ്പം നമ്മൾ ഈ കൊട്ട് കൊട്ടി ആ ഈ കൊട്ട് കൊട്ടിയിട്ട് ഇപ്പം നമ്മൾ കണ്ടോ വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഒരു 1.5 അടിയോളം ഉള്ളിലേക്ക് കയറി. ഇനി ഇവിടുന്ന് അപ്പുറത്തെ കുട്ടിയുടെ അടുത്തേക്ക് കറങ്ങി തിരിഞ്ഞിറങ്ങും. കാണിച്ചു തരാം. 1 2 3 അങ്ങനെ അങ്ങ് തിരിഞ്ഞിറങ്ങും. അപ്പം നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തി, വട്ടത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാവും. അതും കഴിഞ്ഞാൽ ഏതായിരുന്നു ആ അത് വേറൊരു, അതായത് സാധാരണ സ്റ്റെപ്പ് തന്നെ വീണ്ടും 3 4 1 2 ഇതന്നെ വീണ്ടും 1 2 3 4 നടന്നു ഇത്രയും എത്തി. അതായത് ഇതിന് നമ്മൾ അവിടെ നിന്നിട്ട് പുറകിൽ കുത്തിയെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നറിയോ, അവിടെ നിന്ന് എടുത്തിട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ആ സ്റ്റെപ്പും കിട്ടും. ആ അടുത്തതും ഇതേപോലെ തന്നെ വിളക്കിന് നേരെ നിന്നിട്ട് 1 2 3 ഈ 3യുടെ വിരലുകളെല്ലാം വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വരും. 1 2 3 4 ക്രോസ് ചെയ്തിട്ട് ഒരു ലൈനിൽ വരും. എന്നിട്ട് അവിടെ 1 2 1 2 3 മനസ്സിലാവുണ്ടാവും വിചാരിക്കണം. 1 2 3 അതിന് 3ക്ക് വേണം ഇരിക്കാൻ. അതൊക്കെ കുറേ എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പുറകിലേക്ക് പോയാൽ കിട്ടും. 2 3 ഇനി ഇതേ സ്റ്റെപ്പ് ലെഫ്റ്റിലും കളിക്കും. എടുത്തു 1 2 3 4 5 6 1 2 3 ഇനി പോസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ്, അതായത് പോസ് ചെയ്യാന്ന് പറയുമ്പോൾ 1 2 3 4 അവിടെ സൈലൻ്റാണ്. 1 2 3 1 2 3 1 2 3 1 2 3 4 ഒന്നുകൂടി ആ 4 വെച്ചിട്ട് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 ഇതന്നെയാണ് താളം. കണ്ടോ? പക്ഷേ 4 നമ്മൾ കാലനക്കുന്നില്ല. ഇനി ഏതാ? ഇനി കൈയില്ലാതെ ചവിട്ടിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് 1 2 3 1 2 3 ഇത്ര എത്തിയാൽ പിന്നെ ഈ ലെഫ്റ്റ് കാലിന് നേരെ 1 2 അവിടെ തന്നെ ചവിട്ടി. പിന്നെ 1 2 3 4 അത് മാത്രം ഒന്നുകൂടി കാണിച്ചു കൊടുക്കുക. ഈ 1 2 3 ഇരിക്കണ തൊട്ടിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈയില്ലാതെ ചവിട്ട് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ കൈ ലൂസാക്കി ബോഡി മൊത്തം തളർത്തിട്ടോ. എന്നിട്ട് 1 2 3 1 2 3 1 2 1 2 3 4 ആ ഫ്രണ്ടിലേക്കുള്ള സ്ലോ സ്പീഡും മാത്രം ഒന്ന് കാണിച്ചു കൊടുക്ക്. 1 കണ്ട അതേ കാല് മറ്റേ കാലിന് നേരെ 1.5 അടി ഫ്രണ്ടിലേക്ക് ചവിട്ടി തിരിച്ചും ചവിട്ടി. ഇനി വീണ്ടും 1 2 3 4 ഇതിൽ 1 2 3 ഒന്നിച്ച് കഴിയും. 1 2 1 2 3 ഒറ്റയടിക്ക് കഴിയും. ഒന്നുകൂടി നോക്കി വെക്കാം. അതാണ് അതിൻ്റെ താളം വരുന്നത്. ഇനി പെയർ. അപ്പോൾ രണ്ട് പേര് പെയറായിട്ട് നിൽക്കാം. 1 2 3 4 5 6 1 2 3 4 വീണ്ടും അവിടുത്തെ പെയറിൻ്റെ കൂടെ 4 5 6 1 2 3 4 ഇത്രയും കളിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞ് കാണിച്ചു കൊടുക്ക്. 1 2ന് കൈ അങ്ങ് പോരട്ടെ. 1 2 3 4 5 6 ഇപ്പോൾ ഏത് സൈഡിൽ കൂടെ പോകുന്നതെന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏത് സൈഡ് തമ്മിലാണ് പെയർ തമ്മിൽ ചേരുന്നതെന്നുള്ളത്. നമ്മൾ റൈറ്റ് സൈഡ് എടുത്ത് ലെഫ്റ്റ് തമ്മിലാവും ചേർന്ന് വരുന്നുണ്ടാവുക. റൈറ്റ് ആണോ? 1 2 3 4 റൈറ്റ് സൈഡ് തമ്മിലാണ് ചേരുന്നത്.
ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ പോവും, പക്ഷേ റൈറ്റ് സൈഡാണ് പെയർ തമ്മിൽ ചേരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ താളം ഒന്ന് മുറുകും, 1 2 3 4. എന്നിട്ട് വീണ്ടും ആ പെയറിൻ്റെ കൂടെ ലെഫ്റ്റ് കൈ 1 2 3 4 5 6 1 2 3 4. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പുറകിലേക്ക് പോകും. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ എങ്ങനെ എഴുതും, എന്നാന്ന് എഴുതുന്ന പോലെ നമ്മൾ പോകും. നോക്കി നോക്കാം. 3 3 4 1 2 3 4. ആ പെയറിനെ കടന്നു. അടുത്തത് 1 2 3 4. മറ്റേ പെയറിനെയും കടന്നു. അപ്പം ശരിക്കും നമ്മൾ തുടങ്ങിയോടെ തന്നെ എത്തി. ഇതും കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 5 6 7 8. 1 2 3 4 5. താളം ഒന്ന് മുറുകും. 1 2 3 4. ഇത് കഴിഞ്ഞാൽ ഇനി വീണ്ടും സ്പീഡ് കൂടും. 1 2 3 4 5 6 7 8. വട്ടത്തിലൂടെ തന്നെ കറങ്ങണം കേട്ടോ. കണ്ടോ, നീങ്ങിപ്പോയി. പിന്നെ ഇങ്ങനത്തെ കുറത്തിയിലൊക്കെ എടുക്കുന്ന സ്റ്റെപ്പ് പോലെ കൈഞ്ഞൊടിച്ച് ഫ്രണ്ടിലേക്ക് കയറി തിരിച്ചിറങ്ങി. ഇത്രയാണ് പിന്നത്തെ സ്റ്റെപ്പ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ സ്റ്റെപ്പും കൂടെ ഉള്ളൂ, അതോടുകൂടി പദം കഴിയുകയാണ്. അതായത് ഈ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ എടുത്തില്ലേ, അത് പുറത്തേക്ക് തിരിഞ്ഞങ്ങ് തുടങ്ങും. 3 4 1 2 3 4 1 2 3 4 2 3 4. ഇത്രയും എത്തിയാൽ ഇനി വട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്രയും എടുക്കും. പിന്നെ സ്ലോയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും. ഇതാണ് പദത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോ. ഇനി നമുക്ക് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് നോക്കാം. പങ്കജാക്ഷരും വിധിയും ശങ്കരനും
നമ്മളൊരു ദേവിയെ കുറിച്ചിട്ടുള്ളൊരു പദമാണ് ഇപ്പോൾ കളിച്ച് നിർത്തിയത്. ഒറ്റപ്പാട്ടിൽ പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ സ്റ്റെപ്പായിട്ട് കളിച്ച് നോക്കിക്കോളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.